സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സഹോദരൻ ഏലിയാസ് ഇ.കെ. ഇത് കൊടുങ്ങല്ലൂർ പറൂർ റോഡാണ്. മാലിയങ്കരിക്ക് പോകാനുള്ളൊരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഓം ശക്തി കാവടി സംഘം ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ പൂത്തുന്ന ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. ഇത് മാലിയങ്കരിക്ക് ബസ് കയറി പോകാനുള്ള ഒരു ആളുകൾക്ക് കാത്തിരിക്കാനുള്ളൊരു കാത്തിരിപ്പ് കേന്ദ്രമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലത്തെ 2 തൂണുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് വേണ്ട, വെറുതെ 2 കമ്പി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെ നിൽക്കണത്. ഇപ്പോൾ ഈ പെരുമഴയും കാറ്റുമൊക്കെ വരുന്ന ഒരു സമയമാണത്, വരാൻ പോവാണ്. അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴാൻ, ഒരു കാറ്റ് വന്ന് ഇടിഞ്ഞു വീഴുന്നത് മഴ കൊണ്ട് കയറിയിരിക്കണവർ ഇതൊന്നും ചിന്തിക്കില്ല, കയറി നിൽക്കും. അപ്പോൾ ഇതിനൊരു നടപടി ഉണ്ടാവണം. അതിനൊരു നിങ്ങളെല്ലാവരും സഹകരിക്കണം, വീഡിയോ ഷെയർ ചെയ്യണം. ചേട്ടാ ഹലോ, എവിടെ പോകാൻ നിൽക്കണ്? നീ ഇത് കണ്ട ചേട്ടൻ, ഇത് ഇങ്ങനെ കണ്ട ഇതിൻ്റെ അവസ്ഥ കണ്ട? ഇതെന്താണ് ഇതിനെക്കുറിച്ച് ചേട്ടന് പറയാനുള്ളത്? പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ആരും തന്നെ പെടുത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഏത് സമയത്തും വീഴാവുന്നൊരു ജീർണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വടക്കേക്കര പഞ്ചായത്തിന്റെ ഒരു ഹൃദയഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് മൂക്കുന്നത്. മാലിയങ്കരിക്ക് പോകാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് ഈ ആസ്പത്രിയിലേക്കും ഇവിടെ സ്കൂള്, അതുപോലെ തന്നെ കോളേജുകൾ ഒന്നും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് സാർ ഞാൻ പറയുന്നത്. ഏത് സമയത്ത് 6 മാസം മുന്നേ കോന്നിയിൽ ഇതേപോലെ ഒരു ഷെഡ് ഒടിഞ്ഞു വീണ് ഒരു കുട്ടി മരിക്കുകയുണ്ടായി, നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതേപോലത്തെ ഒരു അപകടം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഈ ഷെഡ് പുതിയത് സ്ഥാപിച്ചില്ലെങ്കിൽ പോലും ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.